ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ RV ബാബു നമുക്കൊപ്പം ചേരുന്നുണ്ട്. അങ്ങ് കേട്ടിട്ടുണ്ടാകുമല്ലോ KT ജലീലിൻ്റെ പ്രതികരണം. ഒന്നുകൂടി പറയാം. മദ്രസ വിദ്യാഭ്യാസ രീതിയെ വിമർശിക്കുകയാണ് KT ജലീൽ. ലഹരി മരുന്നുമായി പിടിയിലാകുന്നവരിൽ ഏറെ പേരും മദ്രസയിൽ പോയി പഠിച്ചിട്ടുള്ളവരാണ്. പണത്തോടുള്ള അമിതമായ മോഹമാണ് ഇതിന് പ്രധാന കാരണം. സ്വർണം പണത്തിനു വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നു. ലഹരി വസ്തുക്കൾ പണത്തിനു വേണ്ടി നമ്മൾ കടത്തുന്നു. ഇത് പറഞ്ഞത് ഒരു ഇഫ്താർ സംഗമത്തിലാണ് എന്നോർക്കണം. അതായത് മദ്രസകളിലെ വിദ്യാഭ്യാസ രീതിയെ നേരിട്ട് വിമർശിക്കുന്നു KT ജലീൽ. വിദ്യാഭ്യാസ രീതിയെ വിമർശിക്കുന്നു എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് അങ്ങനെയാണ് വായിച്ചെടുക്കാൻ പറ്റുന്നത്. KT ജലീൽ വളരെ കൃത്യമായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് മതവിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് മുസ്ലിം സമുദായത്തിനാണ്. ചെറുപ്പം മുതലേ അതിനുള്ള സൗകര്യമുണ്ട്. അതൊട്ടും ലഭിക്കാത്തത് ഹിന്ദു സമൂഹത്തിലാണ്. ഇതര മതസമൂഹങ്ങളിൽ മതവിദ്യാഭ്യാസം ഒട്ടും ലഭിക്കാത്തത് ഹിന്ദു സമൂഹത്തിനാണ്. പക്ഷെ ഹിന്ദു സമൂഹത്തിലെ കുട്ടികൾക്കുള്ള ധാർമ്മിക ബോധത്തിന്റെ ഒരു 10% പോലും ഈ പറയുന്ന നിത്യേന മതവിദ്യാഭ്യാസം ലഭിക്കുന്ന മുസ്ലിം സമൂഹത്തിലെ കുട്ടികൾക്കുണ്ടോ എന്നുള്ള ചോദ്യമാണ് KT ജലീൽ വളരെ ന്യായമായും ചോദിച്ചത്. അതൊരു ആത്മപരിശോധനയാണ്. ആ ആത്മപരിശോധന മുസ്ലിം സമുദായം ഒന്നടങ്കം ഏറ്റെടുക്കേണ്ട ഒരു ആത്മപരിശോധനയാണ്. പക്ഷേ എനിക്കതിനകത്ത് പറയാനുള്ളൊരു കാര്യം, KT ജലീൽ പറഞ്ഞു വെച്ചത് ഇത് പണത്തോടുള്ള ആർത്തി എന്ന നിലയ്ക്ക് മാത്രമാണ് അതിനെ ചുരുക്കി കൊണ്ടുവരുന്നത്. 2 കാര്യങ്ങൾ കാര്യത്തിൽ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഇത് പണത്തോടുള്ള ആർത്തി മാത്രമായിട്ടാണോ കൊണ്ടുവരുന്നത്, അതോ അത് വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടും കൂടിയല്ലേ ഈ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത് KT ജലീൽ പറഞ്ഞിട്ടില്ല. രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായിട്ട് ആണ് മയക്കുമരുന്ന് കടത്തും ഉപയോഗിക്കുന്നത് എന്ന് നമ്മുടെ കേരള ഹൈക്കോടതി 2009 KT ശങ്കരന്റെ ഒരു വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുന്ന മയക്കുമരുന്നും അതേപോലെ ഹവാലയും കള്ളക്കടത്ത് പ്രധാനമായും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കുള്ള ഫണ്ടിങ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് കേരള ഹൈക്കോടതിയാണ്. പക്ഷെ അത് KT ജലീൽ പറയാൻ തയ്യാറായിട്ടില്ല. എന്ന് വെച്ചാൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം KT ജലീലിന് എന്ത് അഭിപ്രായമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കേവലം പണത്തിന് വേണ്ടി മാത്രമാണ് എന്ന് ചുരുക്കിക്കെട്ടുകയാണ്. പണത്തിന് ആർത്തി, അത് പണത്തോടുള്ള ഒരു ആർത്തി, എല്ലാ മനുഷ്യർക്കും പണത്തോടുള്ള ആർത്തിയുണ്ട്. ഈ പറയുന്ന മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് കുറച്ച് കൂടുതൽ ആർത്തിയുണ്ട് എന്നാണോ അതിനെ വായിക്കേണ്ടത്? അതിനപ്പുറം എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനത്തെയും മയക്കുമരുന്നിനെയും അല്ലെങ്കിൽ നമ്മുടെ കള്ളക്കടത്ത് അതിനെതിരായിട്ടുള്ള ഒരു ഫത്വ നാളിതുവരെ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ ഇറക്കിയിട്ടുണ്ടോ? കള്ളക്കടത്ത് നടത്തുന്നവരെ ബഹിഷ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫത്വ നാളിതുവരെ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ ഇറക്കിയിട്ടുണ്ടോ? അപ്പോ കള്ളക്കടത്തും മയക്കുമരുന്ന് കടത്തും അതേപോലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളോടും മതം എന്ന നിലയ്ക്ക് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു? അതിനെ സംബന്ധിച്ച് KT ജലീൽ മിണ്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് KT ജലീലിൻ്റെത് സ്വാഗതാർഹമായ ഒരു ആത്മവിമർശനമാണ്. പക്ഷെ അതിന്റെ ഉള്ളറകളിലേക്ക് കടക്കാൻ KT ജലീൽ പോലും ഭയപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത് തുറന്ന് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് മുസ്ലിം സമുദായം തയ്യാറാവണം. മതതീവ്രവാദ പ്രവർത്തനങ്ങളെ നടത്തുന്നവരെ സമുദായത്തിൽ നിന്ന് പുറത്താക്കും എന്ന് എന്തുകൊണ്ട് മുസ്ലിം സമുദായ സംഘടനകൾ പറയാൻ തയ്യാറാവുന്നില്ല? ഈ പറയുന്ന മദ്രസകളോ അല്ലെങ്കിൽ ഉസ്താദുമാരോ അങ്ങനെയുള്ളൊരു നിലപാടെടുക്കാൻ തയ്യാറുണ്ടോ? അപ്പോ കുറച്ചുകൂടി മുന്നോട്ട് പോട്ടെ ഇത്തരം ചർച്ചകൾ, ഇത്തരം ആത്മവിമർശനങ്ങൾ. ഈ റംസാൻ കാലത്ത് അവർ വളരെ പുണ്യമായിട്ട് കരുതുന്ന മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പുണ്യമായി കരുതുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഒരു വിമർശനം കടുത്ത രീതിയിൽ തന്നെ ആത്മവിമർശനമായിട്ട് മുന്നോട്ട് പോട്ടെ. നമുക്ക് കൂടുതൽ ഇത്തരം ചെറുപ്പക്കാരെ ഇതിൽ നിന്നൊക്കെ മോചിപ്പിച്ച് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യം എല്ലാവർക്കും ചേർന്ന് ഉണ്ടാക്കണം. അതിൽ മുസ്ലിം സമുദായത്തിനും വലിയൊരു പങ്കുണ്ട് എന്നാണ് ഞാൻ ഈ കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ RV ബാബു പ്രതികരിച്ചതിന്.